കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും. എന്തൊക്കെ പരിഗണനകളാണ് ഇപ്പോൾ മുൻഗണനാക്രമത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ? ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ കാർഷിക മേഖലയിൽ സവിശേഷമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ്. കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സഹായം, പ്രത്യേകിച്ച് നെൽകൃഷി, ഭക്ഷ്യവിളകൾക്കൊക്കെ വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൈപ്പാടാണെങ്കിലും തരിശു നിലങ്ങളാണെങ്കിലും മറ്റ് വയലുകളിലാണെങ്കിലും അപ്പോൾ അതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കും. ക്ഷീര കർഷകർക്ക് പ്രോത്സാഹനം കൊടുക്കും. പിന്നെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയാണ് ജില്ലാ പഞ്ചായത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖല. ജില്ലാ ആസ്പത്രിയുണ്ട്, ജില്ലാ ആയുർവേദ ആസ്പത്രി, ഹോമിയോ ആസ്പത്രി ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് കീഴിലാണ്. നല്ല നിലയിൽ തന്നെ ആണ്, ധാരാളം രോഗികൾ ഇപ്പോൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്കെല്ലാം കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടുതൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം വേണം, കൂടുതൽ ICU സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതിനെല്ലാം ഉറപ്പുവരുത്താനുള്ള ഒരു പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ICU സംവിധാനങ്ങളെല്ലാം ഇനിയും അത് പൂർണ്ണമായി സജ്ജമായിട്ടില്ല. ഇപ്പോൾ കൂടുതൽ നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്, കൂടുതൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ. ഇപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് വളരെ അനുഭവപൂർണ്ണമായ നിലയിൽ 5 സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ തസ്തിക അനുവദിച്ചു എന്നുള്ള ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അത് ഭാവി ആസ്പത്രിയുടെ വികസനത്തിൽ വലിയ പ്രോത്സാഹനമാണ്. ജില്ലാ പഞ്ചായത്ത് ഏറ്റവും ഫലപ്രദമായി അവരുടെ സേവനം ഉപയോഗപ്പെടുത്തും. ആയുർവേദ ആസ്പത്രി അതുപോലെ തന്നെ വലിയ തിരക്കുള്ള ഒരാസ്പത്രിയാണ് ആയുർവേദ ആസ്പത്രി. അവിടെ സ്ഥലപരിമിതിയാണ് ഒരു പ്രശ്നം. അപ്പോൾ അവിടെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള ഒരു മുൻകൈ പ്രവർത്തനം നടത്തണമെന്നാണ് കാണുന്നത്. അതുപോലെ വിദ്യാഭ്യാസം, സംസ്ഥാനത്ത് SLC +2 വിജയ ശതമാനമൊക്കെ വരുമ്പോൾ കണ്ണൂർ ജില്ല മുൻനിരയിലേക്ക് SLCക്കെല്ലാം തുടർച്ചയായി 1ാം സ്ഥാനം എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്തണം. പഠന നിലവാരം ഉയർത്താനുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഹൈടെക് വിദ്യാഭ്യാസം, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയൊക്കെ കാലമാണ്. ഇപ്പോൾ കൂടുതൽ ക്ലാസ് റൂമുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം ഉറപ്പുവരുത്താനുള്ള ഒരു ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തും. അതുപോലെ കളിക്കളങ്ങൾ, പല സ്കൂളുകൾക്കും ആവശ്യമായിട്ടുള്ള കളിക്കളങ്ങളില്ല സൗകര്യപ്രദമായിട്ടുള്ള നിലയ്ക്ക്. അപ്പോൾ അത് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് കാണുന്നുണ്ട്. അതുപോലെ ആദിവാസി മേഖല ജില്ലയിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആദിവാസി മേഖല ഉന്നതികൾ ധാരാളമുണ്ട്. അപ്പോൾ അവരുടെ സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അതുപോലെ വയോജന ഭിന്നശേഷി മേഖലകൾ ജില്ലാ പഞ്ചായത്ത് ശ്രദ്ധേയമായി ഇടപെടുന്നതാണ്. അപ്പോൾ അവർക്ക് കുറേയേറെ പരിഗണന കിട്ടേണ്ട ഒരു വിഭാഗമാണ്. അപ്പോൾ ആ മേഖലയിൽ അവർക്ക് പ്രത്യേക പിന്തുണയും പ്രോത്സാഹനവും നൽകണമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയ്ക്കകത്തും, അതുപോലെ കായിക മേഖലയ്ക്കകത്ത് കായിക പരിശീലനങ്ങൾ ഉൾപ്പെടെ നടത്തി പ്രതിഭകളെ ഗ്രാമങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഒക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം മുൻകൈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കാം. അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പൊതുവേ കേരളത്തിൽ മുഴുവനുള്ളതാണ് ഈ തെരുവ് നായയുടെ പ്രശ്നം. കണ്ണൂർ അക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ്. അതിൽ കൂടുതൽ കാര്യക്ഷമമായി അത് നടപ്പിലാക്കാൻ സാധിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ABC ഏർപ്പെടുത്തിയ കണ്ണൂരാണ്, പടിയൂരിൽ. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ 2ാമത് യൂണിറ്റ് കൂടി അവിടെ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 യൂണിറ്റുകളായിട്ട് അവിടെ സർജറി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ ABC സമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ അത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ നേതൃത്വത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനെല്ലാമുള്ളൊരു ഇടപെടൽ ആവശ്യമായിട്ട് നടത്തും. അതുപോലെ ഇപ്പോൾ നിയമപരമായിട്ട് മറ്റ് നായപ്പിടിക്കാനും അതുപോലെ അക്രമകാരികളെ കൊല്ലാനുമുള്ള അവസരമൊന്നും നിയമപരമായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ തെരുവുനായ ശല്യം തടയുന്നതിന് വേണ്ടി എന്തായാലും നല്ല ജാഗ്രത കാണിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും വിദ്യാർത്ഥി യുവജന രംഗത്തൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള അനുഭവ പാരമ്പര്യം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് എല്ലാം കൊണ്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ബിനോയ് കുര്യൻ എത്തുന്നത്. തുടക്കത്തിൽ തന്നെ ഒരുപാട് ഈ കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മുൻഗണനാ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം M. സന്തോഷ്.